ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ STK ഫ്രം എമ സൊല്യൂഷൻ. ഇനി എന്തിനാ വാർ സൊല്യൂഷൻ മക്കളെ, ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. എന്താ സംഭവം അറിയോ? നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ടോട്ടൽ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 2.523 നേരെയുള്ള, അതായത് 2.5 മാർക്ക് മുതൽ 3 മാർക്ക് വരെ മാത്രം എന്തുള്ളൂ മൂന്നാമത്തെ ചാപ്റ്ററിന് ആകെ വെയിറ്റേജ് ഉള്ളൂ. പക്ഷേ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതെ വിട്ടുപോയാൽ ഉറപ്പാണ് നിങ്ങൾ A+ നഷ്ടപ്പെടും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, എക്സാമിന് നിങ്ങൾക്ക് മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ 3 മാർക്കിനല്ലേ വെയിറ്റേജ് എഴുതിയിട്ട് നിങ്ങൾ അത് ഒഴിവാക്കി വിട്ടു കൂടി. പക്ഷേ എക്സാമിന് നിങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആകെ കിട്ടുന്ന മാർക്ക് 68 കൂട്ടി വെച്ച് നോക്കി. മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒരു പക്ഷേ ആ സിമ്പിൾ ടോപ്പിക് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ 68 + 3 = 71 എന്ന മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വളരെ കുറവാണ് കരുതിയിട്ട് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ സ്കിപ്പ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ A+ നഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മൂന്നാമത്തെ ചാപ്റ്ററിന് ആ പ്രധാനപ്പെട്ട 2 ടോപ്പിക് ഉണ്ടല്ലോ, അത് മാത്രം പഠിച്ചു പോയിക്കോ. എക്സാം സിമ്പിൾ ആയിരിക്കും ചെയ്യും. നിങ്ങൾക്ക് ഒരു പക്ഷേ മൂന്നാമത്തെ ചാപ്റ്റർ പഠിച്ച കാരണത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും. സാറ് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നോക്കിയടാ, മൂന്നാമത്തെ ചാപ്റ്ററിന് 3 ടോപ്പിക് ആകെ ഉള്ളത്. ഒന്ന് സോഷ്യൽ അനാലിസിസ്, സാമൂഹിക വിശകലനം, അതേപോലെ കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധജ്ഞാനം, അതേപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം. പക്ഷെ സാറ് പറയുന്നു 2 ടോപ്പിക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുള്ളൂ. അത് ഈ 2-3 ടോപ്പിക്കേ കാര്യം, അതായത് കോമൺ സെൻസ് നോളേജും സാമാന്യ ബോധജ്ഞാനവും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം, ഈ 2 കാര്യങ്ങൾ മാത്രം എന്തുള്ളൂ എക്സാമിന് ചോദിക്കുള്ളൂ. ഇതിൽ തന്നെ സാമാന്യ ബോധജ്ഞാനം അല്ലെ, കോമൺ സെൻസ് നോളജ് നമ്മൾ പറയുമ്പോൾ എൻ്റെ മക്കളെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്നു, കോമൺ സെൻസ് നോളജുമായി ബന്ധിപ്പിച്ചോ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ലേ, നമുക്ക് ക്രിയാത്മകമായിട്ട് എഴുതാനുള്ള ഒരു സംഭവം വരും. എങ്ങനെ? ഇപ്പോൾ ടീനേജേഴ്സ് ആർ ആൾവേസ് റെബല്യസ് ആൻഡ് ഇറസ്പോൺസിബിൾ അല്ലേ, നിങ്ങൾ ഇതിനെ എഗ്രി ചെയ്യുന്നുണ്ടോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെ, എന്താണ്? അതായത് കൗമാരക്കാരെല്ലാവരും എല്ലാ സമയത്തും എന്താണ്, അവർ കൂടുതൽ റെബല്യസ് അല്ലേ ആൻഡ് ഇറസ്പോൺസിബിൾ. ദാറ്റ് മീൻസ് ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുന്നവരും കലാപകാരികളാണ്, എന്ത് പറഞ്ഞാലും ശബ്ദം ഉണ്ടാക്കുന്ന ആളുകളാണ്. അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതൊരു കോമൺ സെൻസ് കാഴ്ചപ്പാടാണ്, തെറ്റാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ചോദിക്കും. അല്ലെങ്കിൽ പറയും നല്ലോണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനെസ്സാ. അല്ലാതെ കുറേ തടി ഉണ്ടായാൽ ആരോഗ്യം ഉണ്ടാവില്ല. ഒരാൾ ശാരീരികവും മാനസികമായിട്ട് നോക്കണമൊക്കെയാണ്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് എക്സാമിന് ചോദിക്കും. അല്ലെങ്കിലോ കോമൺ സെൻസ് നോളജിന്റെ ലിമിറ്റേഷൻസ് എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും. അതുണ്ടാവും. കോമൺ സെൻസ് ആകെ ചോദിക്കുന്ന സാധനമാണ്. ഒന്നിലേക്ക് കോമൺ സെൻസിന്റെ ബന്ധപ്പെട്ട ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ്, അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജിന്റെ ലിമിറ്റേഷൻസ്. ഉറപ്പിച്ചോ ആ ഒരു ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിന് പ്രതീക്ഷിക്കുക. ലിമിറ്റേഷനാണ് ചോദിക്കേണ്ടെങ്കിൽ 4 ലിമിറ്റേഷൻസ് മാത്രം പഠിക്കുക അല്ലേ. നമുക്കറിയാം, സാമാന്യബോധം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പഠിച്ചുണ്ടാകുന്നതല്ല അല്ലേ, സ്വന്തം അനുഭവത്തിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലേ, മറ്റുള്ള ആൾക്കാരെ ഇടപെടുമ്പോഴൊക്കെ കിട്ടുന്നതാ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിന്റെ പ്രത്യേകത എന്താ? പ്രൊവൈഡ് ഓൺലി പാർഷ്യൽ നോളജ്, ഭാഗികമായിട്ടുള്ള അറിവ് മാത്രം എന്ത് ചെയ്യുള്ളൂ ലഭിക്കുള്ളൂ. മാത്രമല്ല റിലീസ് ഓൺ സ്പെക്യുലേഷൻ, ഊഹങ്ങളൊക്കെ അടിസ്ഥാനമാക്കുക അല്ലേ. എന്തൊരു സംഭവം ഉണ്ടല്ലോ, നാളെ മഴ പെയ്യും, മറ്റന്നാളെ പെയ്യാൻ സാധ്യതയുണ്ട്, ഊഹിച്ച് പറയാണ്. കാരണം എന്താ? നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് സ്റ്റഡി, ശാസ്ത്രീയമായി എന്തല്ല പഠിച്ചതല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ശാസ്ത്രീയമായി പഠിക്കാതെ നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുമ്പോൾ ശരിക്കും നമുക്ക് സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് പറഞ്ഞത് കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലം കാനോട്ട് ബി അണ്ടർസ്റ്റാൻഡ്. സമൂഹത്തിൽ നടക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിയൂല. എന്താ കാരണം അറിയോ? നമ്മൾ ഊഹിക്കും അല്ലേ, അത് പിന്നെ അങ്ങനെ തന്നെയൊക്കെ. ചിലപ്പോൾ ആ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ മനസ്സിലാക്കണം, അതിന് ആയത്തിൽ മനസ്സിലാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കണം. അതേപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം. എന്താ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം? നോക്കി, ഇറ്റ് ഈസ് the skill to identify and analyze how individual problem are related to social structure. ഒരു വ്യക്തിയുടെ പ്രശ്നം എങ്ങനെയാണ് സമൂഹവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്, ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടാൽ ആ ഒരു പ്രശ്നം എങ്ങനെയാണ് ഈ സമൂഹവുമായി സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു. ഞാൻ ലഹരിക്ക് അടിമപ്പെട്ട എൻ്റെ പ്രശ്നമല്ലേ തിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഞാൻ ലഹരിക്ക് അടിമപ്പെട്ട ചുറ്റിലുള്ള പല ആൾക്കാർ ഞാൻ എന്ത് ചെയ്യും? അടിമകളാക്കും. അപ്പോൾ ഒരു വ്യക്തിപരമായ പ്രശ്നം എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുക? കിട്ടിയോ? ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആർ റിലേറ്റഡ് ടു സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സൊസൈറ്റി. കിട്ടിയോ? അപ്പോൾ അതെൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് പഠിക്കണം. ഇതാണ് ഇൻഡിവിജ്വൽ പ്രോബ്ലം, ഇതാണ് സോഷ്യൽ സ്ട്രക്ചർ. കണ്ടോ? ഒരു വ്യക്തിയുടെ പ്രശ്നം എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നു, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് കിട്ടും. ആ ഒരു ആശയം കൊണ്ടുവന്നത് ചാൾസ് റൈറ്റ് മില്ലാണ്. 1959 ട്രിക്കൊക്കെ പറഞ്ഞു നീനു അല്ലേ. വൈകുന്നേരം കാടടക്കുന്ന സമയത്തേക്കാരം 8 മണി. അയാൾ എന്ത് ചെയ്യും? ഇയാളുടെ മില്ല്, ചാൾസ് റൈറ്റ് മില്ല് എന്നാണല്ലോ, അയാൾ 7:59 കാടടക്കും, 8 മണിൻ്റെ 1 മിനിറ്റ് മുമ്പ്. അപ്പോൾ 59 ഇട്ടിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1959 അവിടെ കിട്ടും. ഇനി അതിൻ്റെ സവിശേഷതകൾ കിട്ടിയോ? കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ എന്താ ചോദിക്കുക? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ഫീച്ചേഴ്സ്. ഉറപ്പിച്ചത് എന്തായാലും ഉണ്ടോ എക്സാം ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
അടുത്ത് പറഞ്ഞു കൊടുക്കണം. ഒന്ന് ബ്രോഡൻസ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് അല്ലേ, വിശാലമായിട്ട് ഒരു വ്യക്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്യും, കാഴ്ചപ്പാടിനെ വിശാലാക്കും. കാരണം എന്താ അല്ലേ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്, സമൂഹത്തെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കുകയാണ്. ഒരു വ്യക്തിൻ്റെ പ്രശ്നം എങ്ങനെ സമൂഹത്തെ ബാധിക്കും മൊത്തത്തിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായ വീക്ഷണത്തെ വിശാലമാക്കും. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ആയത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ശരിയാണ്. കാരണം എന്താ, നമ്മൾ ഏതൊരു പ്രശ്നത്തിൽ അത്രയും വിശാലമായിട്ട് പഠിക്കുമ്പോൾ ഏതൊരു പ്രശ്നത്തിൻ്റെ ആയം അല്ലേ അത്രയും അടിവേരമാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും. സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം ഉണ്ടാവും. ചില കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ, തെറ്റാലേ, നമുക്കെന്നൊരു സ്വയം തോന്നും അല്ലേ. ചില പ്രശ്നത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ ഏർപ്പെട്ട ആൾ പാവം തോന്നും ചിലപ്പോൾ, അയാൾക്ക് തെറ്റില്ലെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് അനുതാപം, സഹിഷ്ണുത, എമ്പതി, ടോളറൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ അവൻ തെറ്റിയതിക്കണമെങ്കിലോ ക്രിറ്റിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു സാധനം എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഇനി ഈ ഭാഗത്തുനിന്ന് ഒരു കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് 3 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു താരതമ്യം ചെയ്ത് ചോദിക്കുമല്ലോ, അതാണെങ്കിൽ എന്തേ കാര്യം കോമൺ സെൻസും അതേപോലെ സാമൂഹ്യ സങ്കല്പം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ രണ്ടും എന്ത് ചെയ്യും, താരതമ്യം ചെയ്ത് ചോദിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഭാഗം ഇങ്ങനെ പഠിക്കുക, അതേപോലെ ഒരു 3 അപ്പുറത്ത് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ കോമൺ സെൻസിന്റെ ലിമിറ്റേഷൻ ഇല്ല, സാമാന്യബോധ ജ്ഞാനത്തിന്റെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതൊരു 3 എഴുതി വെക്കുക. ഇപ്പുറത്ത് എന്ത് ചെയ്യുക, നമ്മളെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സാമൂഹ്യ സങ്കല്പം അതിന്റെ ഫീച്ചേഴ്സ് ഒരു 3 എഴുതി വെക്കുക. മാർക്ക് കിട്ടും ഉറപ്പാ. അപ്പം അങ്ങനെ പഠിച്ചാൽ മതി. ഇത്ര മാത്രം എന്തുള്ളൂ, 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. സെറ്റാക്കി കേട്ടോ.